വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ഒരു 2 വർഷമായിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്യുകയായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകിപ്പോയി. ഇപ്പോഴാണ് കറക്റ്റ് മൊമെന്റ് വന്നത്. സോ ഹാപ്പി, എല്ലാവരും ഹാപ്പിയാണ്. താങ്ക് യു നിങ്ങൾ എല്ലാവരും വന്നതിന്. ഇപ്പോ ഇനി എടശ്ശേരി റിസോർട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ എല്ലാവരും വരിക, പങ്കെടുക്കുക. ലവ് മാരേജ് ആയിരുന്നു. അല്ല, അറേഞ്ച്ഡ് ലവ് മാരേജ് ആണ്. അപ്പൊ ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. ഹണിമൂൺ ഒക്കെ പ്ലാൻ ചെയ്തോ? ലൈഫിൽ എന്നും ഒന്നിച്ചല്ലേ. എല്ലാ ദിവസവും honeymoon ആണ്. ഈ വിവാഹത്തിന്റെ ആദ്യ ക്ഷണം ലാലേട്ടനാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പൊ ലാലേട്ടന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് എപ്പോഴോ ആ സമയത്ത് അത് കറക്റ്റായി മൊമെന്റില് നടന്നു. ഇതിനും വെരി ഹാപ്പി ആയിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ കൂടെയും അതുപോലെ തന്നെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയി. മമ്മൂക്ക ഞങ്ങള് എന്റെ വീട് കോട്ടയമാണ്. അപ്പൊ കോട്ടയത്ത് തൊട്ടടുത്ത് തന്നെ മമ്മൂക്ക വന്ന നിമിഷത്തില് എനിക്കത് സാറിനെ പോയി കാണാൻ പറ്റി, അനുഗ്രഹം വാങ്ങിക്കാൻ എനിക്ക് രണ്ടുപേർക്കും പറ്റി. വെരി ബ്ലെസ്ഡ് ആണ്. കോസ്റ്റ്യൂം എൻഗേജ്മെന്റ് കോസ്റ്റ്യൂം ബ്രൈഡ് സ്റ്റുഡിയോ ആയിരുന്നു. ഇത് ഗ്ലോ ആണ്. നിങ്ങളുടെ മേക്ക് ഓവർ ലുക്ക് ആര് ചെയ്തത്? രണ്ടുപേരുടെയും നമ്മൾ മേക്ക് ഓവർ ലുക്ക് ചെയ്തത് ലാസ്റ്റ് ടൈമാണ്. അപ്പോ അശ്വതി ചേച്ചിയാണ് എന്റെ മേക്കപ്പ് ചെയ്തത്. അപ്പൊ ആർക്കെങ്കിലും മേക്ക് ഓവർ വേണമെങ്കിൽ അവിടെ നിൽക്കുന്ന ആ പുള്ളി അങ്ങോട്ട് നോക്കി എല്ലാ ക്യാമറ അങ്ങോട്ട് തിരിച്ചു. ഇതാണ് ഞങ്ങളുടെ ജേർണി. എപ്പോ സ്റ്റാർട്ട് ചെയ്തു? ഞങ്ങളൊരു ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഞങ്ങളുടെ ഫാമിലി പോലെയാണ്. എന്റെ നിത്യനായിട്ടുള്ള അറേഞ്ച് എല്ലാം ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ അറിയിച്ചതാണ്. ആ ജേർണി മുന്നിട്ട് ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി മൊമെന്റ്സ് ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം അത്രയും സ്പെഷ്യലാണ്. താങ്ക് യു. അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ എല്ലാവരും വന്നിട്ട് താങ്ക് യു. എല്ലാവരും റിസപ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് പോകും. ബാ ബാ ബാ.